ഗൈസ് യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. ബിഗ് ബോസിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്വാഭാവികം, നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഡെയിലി വരുന്നു. പക്ഷെ ഒരു 4 ദിവസമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. കാരണം പെരുന്നാളായിരുന്നു, അതിൻ്റെ കുറച്ച് തിരക്കുകളായിരുന്നു. അതുകൊണ്ടായിരുന്നു 2 സിനിമ റിലീസും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യഥാർത്ഥ പെരുന്നാൾ അതാണ്. ഒരു സൈഡിൽ അത് റിലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടും. അതെ അതെ, തിയേറ്ററിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് സംഭവിച്ചാണ്. അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങാൻ പോവാണ്. ബിഗ് ബോസ് സീസൺ 7ലേക്ക് കടക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആ പറഞ്ഞതിനകത്ത് പറയാം. ഈ ബിഗ് ബോസ് അങ്ങ് തുടങ്ങാതെ ഇപ്പൊ ഇതിനകത്ത് അങ്ങോട്ടേ കുറച്ച് കൂടുതലായിട്ട് ഇപ്പൊ എന്താ പറയാന്നുള്ളൊരു ഇഷ്ടംപോലെ ഉണ്ടല്ലേ. എന്നാ പറയാം, ഇവിടെ വിശ്വസിക്കുന്നത് അതാണ് വിശ്വാസം ഇല്ലാത്ത എന്താണ് നോക്കട്ടെ. എന്താണ് ഇന്നത്തെ കാര്യത്തെ കുറിച്ച് പറയൂ. ഓക്കെ, അത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവാണ്. ഓഗസ്റ്റിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും ഒരു കാത്തിരിപ്പുണ്ട്. വലിയ കണ്ടന്റുകളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ ഈ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസൺ വരുമ്പോൾ നിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്കെട്ടായിരുന്നു അപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ. അല്ല, ഇത്ര നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞത്, നിന്നെ എനിക്ക് വിശ്വാസമല്ല. സത്യം, എന്നോടായി ചോദ്യം. അത് ഞാൻ എന്നാ വലിയ കാര്യത്തില് എന്താണെങ്കിലും വേറെ കണ്ടന്റുകളൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി സൊറയൊക്കെ പറഞ്ഞിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നതെന്ന് കരുതി. ഇപ്പൊ എന്റെ നെഞ്ചത്തോട്ട് കൊണ്ട് കിട്ടും. അല്ല, നിനക്കപ്പോ അതിനുള്ള കഴിവില്ല. ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരാനുള്ള കഴിവില്ല. ഇത് കഴിഞ്ഞ 2 ദിവസം മുന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ ഇതേപോലെ എന്നോടായിരുന്നു ചോദ്യം. അത് സാരല്ല, അത് പറ. നീ തോറ്റു, കഴിവില്ലാത്തവരാണ് ഞാൻ സമ്മതിക്കൂല, അത് വേറെ സത്യം. അപ്പൊ നീ കഴിവേറിയാണെങ്കിൽ ഉത്തരം ഇതിനുള്ള ഉത്തരം എന്താണ്? ചോദ്യം ഒന്നുകൂടെ ചോദിക്കും. അതായത് ബിഗ് ബോസ് സീസൺ 7 പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 7 നീ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, നീ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും ആദ്യത്തെ കാത്തിരിപ്പ് തീർച്ചയായിട്ടും തുടങ്ങി കിട്ടണല്ലോ. അതെ, എന്നാലാണ് ആ ട്രാക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ട്രാക്കിലേക്ക്. പിന്നെ മാത്രമല്ല, അതായത് ഇപ്പോൾ സീസൺ 6 നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പിച്ച, അതായത് പകുതിയിൽ ഇട്ടുപോയ ഒരു സീസണാണ്. ഇനി ഞങ്ങളത് ചെയ്യൂല കേട്ടോ. ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് നിങ്ങളാ ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന അനീതിയാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല. അത് ഞങ്ങൾ സോറിയും പറയുന്നു. വെറുപ്പിച്ചോട്ടെ, നമുക്ക് അതിന്റെ കൂടെ പോവാം. വെറുപ്പോടെ പോവാം. ഓക്കെ, അപ്പോൾ പറ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സീസൺ 6 നമുക്ക് വളരെ മോശം ഒരു അനുഭവമായിരുന്നു. ഒരു ബിഗ് ബോസ് ആരാധകർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് മാറണമെങ്കിൽ എന്തൊക്കെ നന്നായി വരണം? എന്റെ പ്രതീക്ഷകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തൊക്കെ നന്നായി വരണം എന്നുള്ളത് നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം. ഇനി ആദ്യത്തെ കാര്യം പറഞ്ഞു, സീസൺ തുടങ്ങുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് ലാലേട്ടന്റെ ആങ്കറിങ് കിട്ടിയെല്ലാം വരവായിരിക്കണം. സത്യമായിട്ട് പറയാ. അതായത് ഇവനോട് ഈ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഈ ചോദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ എന്നോട് തിരിച്ചു ചോദിക്കുമല്ലോ, അവന്റെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ഒരു ഉത്തരം അല്ല, രണ്ടാമത്തെ ഉത്തരം. അപ്പൊ നീ അത് എന്റെ മനസ്സിൽ നിന്ന് അറിഞ്ഞു പറഞ്ഞതുപോലെ കൊള്ളാണ്. പിന്നെ എന്തിനാടാ ഞാൻ മെന്റലിസ്റ്റ് ഒക്കെ ആയിപ്പോയി പഠിച്ചത്? ഇച്ചിരി കൂട്ടത്തിൽ കിടന്നോട്ടെ, ഇല്ലാന്നൊന്നും പറയല്ലേ, അവിടെ നിന്നോട്ടെ. വീട് നിർത്തിയാലോ? അപ്പൊ വേണ്ട, ബാക്കി വേണ്ട, ധാരാളാണ്. അത് പറ. ഓക്കെ, മൂന്നാമത്തത് കിടിലം കണ്ടസ്റ്റൻസ് ആയിരിക്കണം. അതായത് എനിക്ക് തോന്നുന്നു ഒരു 2-3 സീസണായിട്ട് 2 സീസണൊക്കെ ആയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. വളരെ മോശം കണ്ടസ്റ്റൻസ് വരുന്നത്. ബിഗ് ബോസ് ശ്രദ്ധിക്കണം, നല്ല കണ്ടസ്റ്റൻസുകളെ തെരഞ്ഞെടുക്കുക. അല്ലാതെ കുറെ വിവാദമായിട്ട് തോണ്ടി തുമ്മി എന്നൊക്കെ പറഞ്ഞ് പരാതിയായിട്ട് വരുന്ന ആൾക്കാരെ വേണ്ട. അല്ല, അത് മാത്രമല്ല, അതായത് പുതിയ ആൾക്കാരെ കൂടുതലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ഇതുണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇത് ഈ ബിഗ് ബോസിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തോടെ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടി നടക്കുന്ന കുറെ എണ്ണുണ്ട്. അവരെയൊക്കെ വലിച്ചു കൊണ്ടുവന്ന് സീനാക്കരുത്, വെറുപ്പിക്കരുത്. അടുത്തത് കുറച്ചൊക്കെ ആവാം അല്ലേ, എല്ലാം കുറച്ച് വേണം. 1-2 കുഴപ്പമില്ല, മൊത്തം അതാവരുത്. അടുത്തത് നല്ല കിടിലം ഗെയിമുകൾ.
പ്രതീക്ഷയില്ല എന്നാലും പുതിയ ഗെയിമുകൾ ഇത് 1 തുടങ്ങിയത് 6 നിർത്തിയിട്ടില്ല. സെയിം സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ഭയങ്കര വാല്യൂ ഉണ്ട് കേട്ടോ. അതിനും നല്ല വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല ഈ ഗെയിമുകൾ ഈ ബിഗ് ബോസ് കാണുന്നവർ തീർച്ചയായും അതിനകത്ത് പോകുന്നവർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിന് മുമ്പുള്ള സീസൺ അവർക്ക് അറിയാം ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഇത് ഇന്ന ഗെയിമാണ്, അത് എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ ആദ്യമേ മനസ്സിലാക്കും. അതില്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുതിയ ഗെയിമുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കൊള്ളാം. പിന്നെന്തായിരുന്നു പിന്നെ നീ ആഗ്രഹിക്കുന്നത്? പിന്നെ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പുതിയ പുഷ്പങ്ങൾ അതവരവിടെ സെറ്റ് ചെയ്തോളൂ. വരാൻ ആഗ്രഹിക്കുന്നില്ല. അതവരാ ബിഗ് ബോസിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യും. നീ എന്നോട് ചോദിക്കും ആ ചോദ്യം. നീ ഫസ്റ്റ് പറയാൻ പോകുന്ന ഉത്തരം അതായിരിക്കും. എനിക്ക് ക്രഷ് തോന്നുന്ന ഒരാൾ വേണം. കഴിഞ്ഞു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ ഉത്തരവേ ഉള്ളൂ. എല്ലായി ആ സീസൺ എനിക്ക് വലിയതായിരിക്കും. വേറെ കാര്യമുണ്ട്, ക്രഷ് തോന്നുന്ന ഒരാൾ വേണം നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് വന്നിട്ട് ക്രഷ് തോന്നിയാലും മതി ഒരാളോട്. അതെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ക്രഷ് നമുക്കിപ്പോ ഓൾറെഡി കുറെ ക്രഷ് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനകത്ത് ഒരാൾ അങ്ങോട്ട് വരണം എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ ക്രഷ് ഓൾറെഡി ക്രഷ് ഉള്ളവർ അങ്ങോട്ട് വരണം എന്നുള്ളതല്ല. അവിടെ ഈ ക്രഷ് തോന്നാൻ പറ്റിയ നല്ല ആൾക്കാർ ഞങ്ങളെ പോലെ കുറച്ച് ക്രഷ്ലികളുണ്ട് അല്ലേ, അവർക്ക് വേണ്ടി ബിഗ് ബോസ് കനിയണം. തീർച്ചയായിട്ടും കനിഞ്ഞിരിക്കും. പിന്നെ ഇനി എന്തായിരുന്നു? ഞാൻ നല്ല ഒരു പ്രണയ ട്രാക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇതുവരെ ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അത് ബിഗ് ബോസ് കൂടി ശ്രദ്ധിക്കണം. ബിഗ് ബോസിന് മനസ്സിലാക്കിയിട്ട് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ അത് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ. അതെ, അവർക്ക് അത് വേറെ കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പം ഒരു ലവ് ട്രാക്ക് വന്നു, അത് കുറച്ച് പോസിറ്റീവായിട്ടാണ് പോകണേ, പുറത്ത് നല്ല റെസ്പോൺസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അതിലേക്ക് മാത്രമേ പോവുള്ളൂ. ഇപ്പുറത്തെ ഫ്രണ്ട്ഷിപ്പ് കിട്ടില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കുകയില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. ബിഗ് ബോസ് ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലായിടങ്ങളിലും എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ. പിന്നെന്താ, തീർച്ചയായിട്ടും. പിന്നെ വേറെ നീയാണോ തീർച്ചയായിട്ടും എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ കരുതിക്കോ. അല്ലപ്പോ കരുതുന്നതിന് പോയി തെറ്റും കുറ്റമൊന്നും ഇല്ലല്ലോ, കരുതി വെച്ചോ, കുഴപ്പമില്ല. ഞാനാണ് ബിഗ് ബോസ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യണം. ഇതിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും കേട്ടോ. ബിഗ് ബോസിൻ്റെ കയ്യിൽ വേണ്ട വിധം ക്യാഷ് ഇല്ലെങ്കിൽ, തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിൽ ഇവർ കൊടുക്കുന്ന കോസ്റ്റ്യൂംസ്, ഗെയിമുകൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജയിലിന് കൊടുക്കുന്ന കോസ്റ്റ്യൂം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കളിക്കാൻ ഗെയിമിനായിട്ടുള്ള സെറ്റപ്പുകളുണ്ടാവും. അതിൽ പ്രോപ്പർട്ടീസൊക്കെ വളരെ വീക്കായിരിക്കും. ചില സമയങ്ങളിൽ പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഗെയിമുകൾ കൊടുക്കുന്നത് കാണാം. അപ്പോൾ വ്യക്തമായ ധാരണയോടെ ഗെയിമുകൾ കൊടുക്കുമ്പോൾ അതിന് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യണം. അത് കോസ്റ്റ്യൂം ഇപ്പോൾ സീസൺ 4 പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു. അത് ഗംഭീരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കൊടുക്കണം, പ്രോപ്പർട്ടീസ് കണ്ടസ്റ്റൻസുകൾക്ക് കൊടുക്കണം. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നല്ല എഡിറ്റിങ് മസ്റ്റായിട്ട് വേണം. എഡിറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് നന്നായിട്ട് അറിയുന്ന ഒരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ നല്ലൊരു സംവിധായകനും വേണം. അതെ, ഇതൊക്കെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ പുതിയൊരു ബിഗ് ബോസ് വേണം. അല്ലെങ്കിൽ ബിഗ് ബോസ് നിൽക്കൂല. എന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പവർ ഹൗസും കോപ്പും പവർ റൂം, മനസ്സിലായി. അയ്യോ, അങ്ങനത്തെ പരിപാടി ആയി കഴിഞ്ഞാൽ അതായത് ഒരു ടീമിന് വേണ്ടിയിട്ട് ഇത്ര പേര് ആ റൂമിൽ കിടക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുക, ഇത് ജനങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് വളരെ ബോറ് പരിപാടിയാണ്. അവർ ഒരുമിച്ച് ഇപ്പോൾ എന്താ നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ പറയാൻ പറ്റില്ല. കാരണം അവരെ ഗ്രൂപ്പായിട്ടാണ് ബിഗ് ബോസ് തന്നെ മാറ്റിയിട്ടുള്ളത്. ആ പരിപാടി ചെയ്യരുത്. ഇതൊക്കെ ഇൻഡിവിജ്വൽ പ്ലേ ആണ്. പക്ഷേ അവർ ഗ്രൂപ്പായി കളിക്കണം, രണ്ടുപേരെ കൂട്ടി കിടക്കണം, അല്ലെങ്കിൽ കിടക്കണമെന്നോ രണ്ടുപേരെ കൂട്ടിയിട്ട് കളിക്കണോ, ഇതൊക്കെ അവരുടെ കാര്യമാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1-2 ഗെയിമിലൊക്കെ ഓക്കെ,
അത് ഗെയിം എപ്പോഴെങ്കിലും ഗെയിമുകൾ ഗെയിം കൊടുക്കാം. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ പവറും കാര്യങ്ങളും ഒക്കെ ഈ രീതിയിലായി കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ഏതെങ്കിലും സമയത്തല്ലത്. അപ്പോൾ ഇടയ്ക്ക് ഗെയിമുകളിൽ ഗ്രൂപ്പായിട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ബന്ധം തോന്നും, ഫ്രണ്ട്ഷിപ്പ് തോന്നും, വിശ്വാസം തോന്നും. അങ്ങനെ അവർ കൂട്ടിപ്പിടിച്ച് അവർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ മികച്ചതാണല്ലോ, അവരുടെ ബോണ്ടിങ് വളരെ മികച്ചതാണല്ലോ, അവർ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടല്ലോ, അവർ പക്ഷാഭേദം കാണിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ അവരങ്ങനെ ആവണം. അല്ലാതെ അവരങ്ങനെ ആക്കിയിട്ട് ഇത് അവരെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. അവർ ഗ്രൂപ്പാണല്ലോ കളിക്കുന്നത് എന്ന് നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ ബിഗ് ബോസ് തന്നെ നിയമ സംവിധാനം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിനെ വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നൊരു കാര്യം, അതായത് ഒരു മലയാള ഷോ അല്ലെങ്കിൽ മലയാള ബിഗ് ബോസ് ഷോ അതെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാലും മുന്നത്തെ പ്രാവശ്യമൊന്നും പിന്നീട് മലയാളത്തെക്കുറിച്ചുള്ളതൊക്കെ വിട്ടുപോയായിരുന്നു. അതായത് മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ സീസൺ തമിഴിലൊക്കെ മലയാളി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവർ മലയാളം അല്ല സംസാരിച്ചിട്ടുള്ളത്, തമിഴ് സംസാരിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ സംസാരിക്കുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എന്താ ശ്രീതു മാക്സിമം മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെയുള്ള മലയാളീസാണ് ഫുൾ ഇംഗ്ലീഷും കൊണ്ടങ്ങ് കിടക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ മാറ്റി മലയാള ഷോ മലയാളത്തിൽ തന്നെ അതിന് പറ്റുന്ന ആൾക്കാർ കയറിയാൽ മതിയെന്നേ. അതിന്റെ വാണിംഗ് ഒക്കെ ഇല്ലാതായിട്ടുണ്ടായിരുന്നു. ആ സാധനമൊക്കെ എടുത്തു മാറ്റിയതുപോലെയായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ. അവരതിന് വേറെ വഴിക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ സീസൺ പിന്നെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. എന്താണ് ഇത് എങ്ങനെയാലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ബിഗ് ബോസ് വിചാരിച്ചത്. ലാസ്റ്റ് അവര് തന്നെ പവർ ഇതിന്റെ റൂമിന്റെ ഓരോ പവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഒഴിവാക്കി. എല്ലാം സാധാ പോലെ തന്നെ ആയിരുന്നു. എങ്ങനെ പിന്നെ ജയിക്കാനത്? എന്താണെങ്കിലും അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാറും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.